കൃപ മാത്രമേ. ഈ പേരും പുകഴ്ചയും നിന്ദാനം എന്നെ നിർത്തിയ നിൻ കരുണയെ. കൃപമേൽ കൃപയായി എന്നെ നിറയ്ക്കണമേ. സുഭാഷിതം. മേലാൽ സംഭവിപ്പാനുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 മുദ്രയാൽ മുദ്രയിട്ട പുസ്തകം കുഞ്ഞാടായ ക്രിസ്തു പൊട്ടിക്കുന്നു. 6 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളെക്കുറിച്ച് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഈ ജീവികൾ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റ് ചില അധ്യായങ്ങളിലും കാണുന്നു. ഇവർ ഒരു പ്രത്യേക ഉന്നതമായ ദൂതജീവികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തിന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവരുമാകുന്നു. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വില്ലാളിയായ ഒരുവൻ വെള്ളക്കുതിരപ്പുറത്ത് പ്രത്യക്ഷനാകുന്നു. 2-ാം വാക്യത്തിൽ അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. വെള്ള സമാധാനത്തിന് പ്രതീകമാണല്ലോ. ഇവൻ സമാധാന പ്രഭുവായി അഭിനയിച്ചുകൊണ്ട് ഉപായത്താൽ എല്ലാ മനുഷ്യരെയും പ്രധാനമായും ഇസ്രായേൽ ജാതിയെ സ്വാധീനമാക്കി ലോകത്തിന്റെ ഭരണകർത്താവായി തീരുന്ന എതിർ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത് പ്രവാചകനായിരുന്ന ദാനിയേലിനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിൽ മുദ്രയിടുവാനുള്ള നിർദ്ദേശവും ദാനിയേലിന് കൊടുത്തിരുന്നു. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ സഭ സ്ഥാപിക്കപ്പെട്ട ദിവസം മുതലാണ് അന്ത്യകാലം ആരംഭിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോഴുണ്ടായ സംഭവം ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവന് പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവന് അവർ രാജത്വത്തിന്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല. എങ്കിലും അവൻ സമാധാനകാലത്ത് വന്ന് ഉപായത്തോടെ രാജത്വം കൈവശമാക്കും. യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാത്ത യഹൂദജനം മശിഹയുടെ വരവിനായി കാത്തുകൊണ്ടിരിക്കുന്നു. മുദ്ര പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിരയുടെ പുറത്തു വന്ന ജയിക്കാനും ജയിപ്പാനുമായി വരുന്ന എതിർ ക്രിസ്തുവിനെ ഇസ്രായേൽ തെറ്റിദ്ധരിക്കുകയും അവൻ മശിഹയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ 2-ാം മുദ്ര പൊട്ടിക്കുന്നതിനെ തുടർന്ന് അവന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ടും വരും. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു എന്നും അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു എന്നും എഴുതിയിരിക്കുന്നു. യുദ്ധം, വിപ്ലവം, രക്തച്ചൊരിച്ചിൽ എന്നിവയുടെ രംഗമായി ഭൂമി മാറുകയാണ്. 3-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ കറുത്ത കുതിര പുറപ്പെട്ടു വരുന്നു. അതിന്മേലിരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ധാന്യങ്ങൾ തൂക്കിക്കൊടുക്കുന്നതായി കാണുന്നത് മഹാക്ഷാമത്തെ പ്രതിനിധീകരിക്കുന്നു. 4-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ മഞ്ഞ കുതിരയെ കാണുകയും അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്നും പേർ. അന്യോന്യം കൊല്ലുകയും അനേകായിരങ്ങൾ മരണത്തിന് ഇരയാകുകയും ചെയ്യുന്ന ഭയങ്കര രംഗത്തെ ചൂണ്ടിക്കാണിക്കുന്നു. 9-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ
ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻകീഴിൽ കണ്ടു. When he opened the fifth seal, I saw under the altar the souls of those who had been slain for the word of God and for the testimony which they held. ഇത് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് കൊല്ലപ്പെടുന്ന ഇസ്രയേൽ രക്തസാക്ഷികളെയാണ് കാണിക്കുന്നത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിന്റെ മധ്യേ യഹൂദന് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുകയും വലിയ മതപീഡ നടത്തുകയും ചെയ്യും. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഫലമായി അനേകർ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരും. അവരെ ദൈവം അംഗീകരിക്കുന്നതായി 11-ാം വാക്യത്തിൽ കാണുന്നു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്നവർക്ക് അരുളപ്പാടുണ്ടായി. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു എന്നിത്യാദി പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ വീണ്ടും വരവിനും യുഗ അവസാനത്തിലും സംഭവിക്കുന്ന കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 24-4 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ മേലാൽ സംഭവിപ്പാൻ പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാകുന്നു. അവർ സ്വർഗരാജ്യത്തിലും എത്തിയിരിക്കുന്നു. അതിനുശേഷം ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് നാം വിവരിച്ചു കേട്ടത്. തുടർന്ന് യഹൂദ ജാതിയോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളും യഹൂദ ജാതികളല്ലാത്ത കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ജനങ്ങൾക്കുള്ള ന്യായവിധിയും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായത്തിൽ കൂടെ യാത്ര ചെയ്യുകയാണല്ലോ. ആകയാൽ നാം ആരും ന്യായവിധിയിൽ നശിച്ചു പോകുവാൻ ഇടയാകാതെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. God bless you all with these words.